ഗാനമേളയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഈ പാട്ടുകാരൻ്റേത്. സിനിമയ്ക്കായി നീക്കിവയ്ക്കാൻ ഇടവ ബഷീറിന് സമയമുണ്ടായിരുന്നില്ല. സമയമുണ്ടായിരുന്നുവെങ്കിൽ ബഷീറിൻ്റെതായി എത്രയോ സിനിമാ ഗാനങ്ങൾ മൂളി നടക്കാൻ സംഗീത ആസ്വാദകർക്ക് ഭാഗ്യമുണ്ടായേനെ. ഒരു ഗായകൻ എന്ന നിലയിൽ ജനങ്ങളുടെ നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഏറെ അവസരം കിട്ടിയ ഈ കലാകാരന് സിനിമാ ഗാനശാഖയുടെ ഭാഗമായി തിളക്കമുള്ള ഒരു അധ്യായം എഴുതി ചേർക്കാനായില്ല. അന്നൊരു തരംഗമായിരുന്നു, നേരത്തെ ഈ ഗാനമേളയുടെ ഒരു തരംഗമായിരുന്നു. അന്ന് വളരെ ഒരു മാസത്തിൽ വളരെ തുച്ഛമായ ദിവസങ്ങളൊക്കെ നമ്മളിവിടെ പ്രോഗ്രാം ഇല്ലാതെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് മദ്രാസിൽ പോയി സിനിമയിൽ പാടാനുള്ള അവസരങ്ങളെന്ന് പറഞ്ഞാൽ പോകാനുള്ളൊരവസരം ഉണ്ടായിട്ടില്ലായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ ദേവരായ മാസ്റ്റർ അവരെല്ലാം ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് ലെറ്ററൊക്കെ അയച്ചു തരും. അന്ന് ഫോൺ സൗകര്യമൊന്നുമില്ല, അന്ന് കാർഡൊക്കെ അയക്കുമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഞാൻ സിംഗപ്പൂരിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അവിടെ മരുന്ന്, ഇദ്ദേഹത്തിന് വയറ്റുവേദന ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോകുന്ന സമയങ്ങളിലൊക്കെ അയാൾക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാർഡൊക്കെ അയച്ചിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങൾ പ്രോഗ്രാമിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാത്തതിൽ വളരെ വിഷമമുണ്ട് എനിക്ക്. ക്ലാസിക്കലിലും ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ല എനിക്ക്. ബഷീർ എന്ന ഗായകനായി കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട് നിറഞ്ഞ സദസ്സുകൾ. ഇന്ന് കാലം മാറി. ഇന്നലെയുടെ ഗായകനെ പലരും അറിയാതായി. പക്ഷേ ബഷീർ പാട്ട് നിർത്തിയിട്ടില്ല. പാടാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാറുമില്ല. പാട്ടിനെ ഒരു കാലത്തും പണസമ്പാദനത്തിനുള്ള മാർഗമായി കണ്ട ആളല്ല ഇദ്ദേഹം. പണക്കാരനാകാനല്ല ബഷീർ ആഗ്രഹിച്ചത്, പാട്ടുകാരനായി അറിയപ്പെടാൻ മാത്രമാണ്. ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഇടവ ബഷീറിൻ്റെ ഗാനമേള ആയിരിക്കും. ഇടവ ബഷീറിൻ്റെ ഗാനമേളയും കൊല്ലം സാംബശിവൻ്റെ കഥാപ്രസംഗവും ഇങ്ങനെ ആയിരിക്കും. എങ്കിൽ പിന്നെ അവിടെ ഹൗസ്ഫുള്ളാണ്. ഈ പ്രോഗ്രാം അവിടെ കേൾക്കാൻ വരുന്നവർ ഇത് ഫുള്ള് കേട്ടിട്ടേ പോകത്തുള്ളൂ. അന്നൊക്കെ ഇന്നതല്ലല്ലോ. ഇന്നൊരു പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവർക്കൊന്ന് ഡാൻസ് ചെയ്യാൻ വരെ ഒരു സ്റ്റേജ് കെട്ടി പ്രത്യേകം ഇട്ട് കൊടുക്കണമെന്നുള്ള സ്റ്റേജ് വരെ ആയിട്ടുണ്ട്. ഉത്സവപ്പറമ്പിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാംസ് തന്നെ വളരെ പ്രശ്നമാണ്. അന്ന് ഈ പറഞ്ഞ കണക്ക് ആളുകൾ അന്ന് ഇത് ആസ്വദിക്കുമായിരുന്നു. ഇത് കേൾക്കുന്ന അവസാനം വരെ കേട്ടിട്ട് പോകുമായിരുന്നു. ഇതിനൊക്കെ ഒരു പുതുമയുണ്ടായിരുന്നു. ഇന്നിപ്പം ടെക്നോളജിയൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയല്ലോ. ഓരോരോ ചാനലുകളും അതും ഇതൊക്കെ വന്ന് പിന്നെ ആൾക്കൊന്നും പിന്നെ ഇതിനൊന്നും കൂടുതൽ താല്പര്യമില്ല വരുന്നു. എങ്കിലും പ്രോഗ്രാംസ് ഉണ്ട് എനിക്ക്. നമ്മുടെ പ്രോഗ്രാം തിളങ്ങി നിൽക്കുന്ന സമയത്തും നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ആർട്ടിസ്റ്റുകളെയൊക്കെ പിരിച്ചുവിടാനുള്ളത്. പിന്നെ അതുകൊണ്ട് നമ്മളിപ്പം അങ്ങനെ ഇതിൽ നിന്ന് സമ്പാദിക്കാനൊന്നും അത്ര സാധിച്ചിട്ടില്ല. അത് അത്ര ഇതായിട്ട് ഞാൻ അന്ന് ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട്. പാട്ടുകാരനായി തുടങ്ങാൻ എളുപ്പമാണ്. പാട്ടുകാരനായി തിളങ്ങാൻ പരിശ്രമം ഏറെ വേണമെന്ന് ബഷീറിന് അറിയാമായിരുന്നു. അതിനായി കഷ്ടതകൾ അനുഭവിച്ചിട്ടുമുണ്ട്. കിട്ടിയ ഏതവസരവും തന്നിലെ പാട്ടുകാരന് ഗുണപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതം കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ടും പലർക്കും വിസ്മയമായി ഈ മനുഷ്യൻ. സിനിമാ തിയേറ്ററിൻ്റെ ബാക്കിലൊക്കെ പോയി നിന്നാണ് ഞാൻ പാട്ടൊക്കെ പഠിച്ചായിരുന്നു. ചില കാലം കൊല്ലത്തൊക്കെ ഈ കുമാർ തിയേറ്ററിൻ്റെയൊക്കെ ബാക്കിൽ പോയി നിന്ന് സിനിമയുടെ പാട്ട് ഏത് സമയത്താണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പാട്ട് ബുക്കുമായിട്ട് പോയി നിന്ന് പാട്ട് പഠിച്ച കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ മദ്രാസിൽ AVM സ്റ്റുഡിയോയിൽ ഒരു ദിവസം ഞാൻ അവിടെ പോയി നിന്ന അവസരം ദാസേട്ടൻ്റെ ഒരു റെക്കോർഡിങ് അവിടെ ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ദാസേട്ടൻ. അവിടെ വിളിച്ചുകൊണ്ട് പോയി
അപ്പം അദ്ദേഹം ഇവിടെ നിന്ന് പാടുന്നെങ്കിലും ഞാനിവിടെ എനിക്ക് എൻ്റെ കസേര കെട്ടി ഇങ്ങനെ ഇരിക്കുക. ഞാനിവിടെ ഇരുന്ന് പാട്ട് ഇങ്ങനെ ഏത് പാട്ടാണ്? സന്യാസിനി എന്നുള്ള പാട്ടാണ്. ഇത് പാട്ട് കംപ്ലീറ്റ് ഇത് പാടിത്തീരുന്നവരെ ഞാനെന്ത് ചെയ്തു, ഒരു പേപ്പർ എടുത്ത് ഇത് കുറിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം പാടിത്തീർന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഏകദേശമൊക്കെ കുറിച്ച് ഒരു 6-7 പ്രാവശ്യമൊക്കെ പാടി എല്ലാം കളർഫുള്ളാക്കിയാക്കി. അപ്പോൾ ഇതെല്ലാം കുറിച്ചെടുത്തു. ഞാൻ അടുത്ത സ്റ്റേജ് മുതൽ ഇത് പാടാൻ തുടങ്ങി. പക്ഷേ അന്ന് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ ഡിസ്കൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ അപ്പം പടമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. നമ്മളിത് അപ്പോൾ അറിഞ്ഞു ഇതിൻ്റെ പടത്തിലാണെന്ന് അറിഞ്ഞു. അത് നമ്മൾ അനൗൺസ് ചെയ്ത് പാടാൻ തുടങ്ങി. ഇവിടെ ഈ വീട്ടിൽ കുടുംബനാഥൻ എന്നും സന്തോഷവാനായിരുന്നു. പാട്ടും സംഗീതവും മാത്രമല്ല, സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു ഈ ഗൃഹ അന്തരീക്ഷത്തിൽ. ഇതാണ് എൻ്റെ ഫാമിലി. രഹന, റഷീദ, 5 മക്കളുണ്ട്. ഭീമ, ഉല്ലാസ്, ഉഷസ്, സ്വീറ്റ, ഉന്മേഷ്. ഭീമ മോള് മക്കയിലാണ് ഭർത്താവിൻ്റെ കൂടെ. ബാക്കിയുള്ള 4 മക്കളും ഷാർജയിലാണ്. കേരളത്തിനകത്തും പുറത്തും മറ്റു വിദേശ രാജ്യങ്ങളിലുമായി 10,000-അടുപ്പിച്ച് വേദികളിൽ പാടിയ ഗായകനാണ് ഇടവ ബഷീർ. പാട്ടുകാരനായുള്ള പ്രൗഢജീവിതം ഇന്നൊപ്പമില്ല. വിശ്രമലേശമില്ലാതെ പാടി നടന്ന കാലത്തിനിപ്പുറം ഇടവ ബഷീറിന് അവസരങ്ങൾ തീരെ കുറവാണ്. എങ്കിലും സംഗീതയാത്ര തുടരുക തന്നെയാണ് ബഷീർ. അത്രമേൽ സ്നേഹിക്കുന്നു ഈ കലാകാരൻ തൻ്റെ പാട്ടുജീവിതത്തെ. അപ്പോൾ ഇതുപോലെയൊക്കെ നേരത്തെ പറഞ്ഞ കുറേ ആൽബങ്ങളൊക്കെ വരും, നമ്മൾ ചെയ്യും. പിന്നെ വല്ലപ്പോഴും ഒക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ജുഗൽബന്തി എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് അവിടെ. അതിൻ്റെ കുറേ പ്രോഗ്രാംസൊക്കെ മാസം തോറുമുള്ള പ്രോഗ്രാം. പിന്നെ ഇവിടെ ആൾ കേരള മ്യൂസിഷ്യൻ ആൻഡ് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞൊരു വെൽഫെയർ അസോസിയേഷൻ, അതിൻ്റെ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതിൽ ഏകദേശം 400 മെമ്പേഴ്സുണ്ട് മ്യൂസിക്കിൻ്റെ. അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമോഹമിവേദി.